ഹായ് സ്റ്റുഡൻസ്, നമ്മൾ +1 സയൻസ് ബാച്ചസിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ബേസിക്സ് തന്നെയാണല്ലേ. അതായത് 10ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് ശരിക്കും സയൻസസിൽ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെക്ടർ ലോജിക് ഫിസിക്സിൽ പഠിക്കുന്നു, മാത്സിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ട്രിഗണോമെട്രി പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഒരു പെർഫെക്റ്റ് സിംഗിൽ പോയില്ലെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഇത് എഫക്റ്റ് ചെയ്യും, കാരണം ഇതെല്ലാം കണ്ടിന്യൂവേഷൻ ആണ്. അതേപോലെ തന്നെ 2027 നീറ്റ് ജെഇ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുമായിരിക്കും നിങ്ങൾ. അപ്പം ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വെക്ടർ ബേസിക്സ്, ട്രിഗണോമെട്രി, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇതെല്ലാം നമുക്ക് ഒരു പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പോഴേ നമ്മൾ ആ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എക്സാമും അതേപോലെ തന്നെ നീറ്റ് ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും കുറേ കൂടെ ഈസി ആക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ബേസിക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് അതേപോലെ തന്നെ 2027 നീറ്റ് ജെഇ എക്സാമുകൾക്ക് ഈ ബേസിക്സ് പഠിക്കുന്നതോടെ എന്തൊക്കെ ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വരുന്ന 14 കൃത്യം 7 മണിക്ക് നടത്തുന്ന ഒരു വെബിനാർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ +1 സ്റ്റുഡൻസ് എല്ലാവർക്കും ജോയിൻ ചെയ്യാം, സയൻസ് സ്ട്രീം എടുത്തവർക്ക്. സോ ആ വെബിനാർ സെഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർക്ക് മാത്രമേ വെബിനാർ സെഷൻ്റെ ലിങ്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യണം. അപ്പം ഒരു എക്സ്പേർട്ട് പാനൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഈ നീറ്റ് ജെഇയുടെ പ്രിപ്പറേഷൻ +1 സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതേപോലെ ഏതൊക്കെ ബേസിക്സ് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കണം, ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണ്, ലോസ് ഓഫ് മോഷൻ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നതായിരിക്കും. അപ്പം കൃത്യമായി ജോയിൻ ചെയ്യുക, മറക്കണ്ട. 14 തീയതി 7 മണി. താങ്ക് യു.